നിലമ്പൂരിൽ നാളെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ സമയം തള്ളി നീക്കുകയാണ്. എന്താണ് സാർ, നിലമ്പൂരിൽ LDFന് അല്ലെങ്കിൽ UDF ആർക്കാണ് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്? നിലമ്പൂർ അല്ലെങ്കിൽ അൻവറിന് അതും പറയണം. അൻവറിന്റെയും രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അൻവർ സ്വയം വിജയം പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഒരാളായി തീർന്നിരിക്കും. എല്ലാവർക്കും പ്രഖ്യാപിക്കാം. പക്ഷേ എന്നാലും വലിയൊരു ചങ്കൂറ്റം കാണിക്കുന്നത് അൻവറേ ഉള്ളൂ കേട്ടോ. ഞാൻ നടന്നായിരിക്കും തിരുവനന്തപുരത്തേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നത് വരിക. അവിടെ നിന്ന് നല്ല ദൂരമില്ലേ? അതെ അതെ അതെ. ഇവിടുന്ന് KSRTC പോയാലും 350 കിലോമീറ്റർ ദൂരം. KSRTC പോയാലും ഉണ്ട്, ഒരു 7-8 മണിക്കൂർ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ട്രെയിൻ യാത്രയിലും ഉണ്ട് ഒരു 6 നിലമ്പൂര് 7 മണിക്കൂർ ഷൊർണൂർ ഇറങ്ങിയിട്ട് പിന്നെ മാറി പോകാൻ. പിന്നെ അവർക്കൊക്കെ അവിടുത്തെ ഈ തേക്കിൻ്റെ ഒരു ഉറപ്പാണുള്ളത്. നിലമ്പൂരിലെ തേക്കിൻ്റെ ഉറപ്പ് പോലെയാണ് അവരുടെ ശരീരവും. അതുകൊണ്ട് ചിലപ്പോൾ നടന്നെങ്കിൽ പോരുമായിരിക്കും. നമ്മുടെ ഒരാളുണ്ടല്ലോ, ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ, ബോച്ചെ അല്ലേ, അദ്ദേഹം ഇടയ്ക്ക് ഓടിയല്ലോ അല്ലേ? അതെ, ഓട്ടം നടത്തി. അതെ, ബ്ലഡ് ഡൊണേഷന്റെ പ്രാധാന്യം. അതെ. പിന്നെ നമ്മുടെ പപ്പുമോന് കാശ്മീർ, കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ പോയി. അതെ, വലിയ സുഖലോലുപതയോടുകൂടിയുള്ള നടത്തം എന്ന്. അപ്പം എന്തായാലും ഇതിലിപ്പോൾ ആരായിരിക്കും നടന്നു വരിക എന്നുള്ളതൊക്കെ നമുക്കറിയാം. നാളെ ഈ LDFന് അവർ പ്രതീക്ഷ പുറമേ കാണിക്കുന്നതാകട്ടെ. അവരുടെ ക്യാമ്പിൽ ഇപ്പോൾ വലിയ മ്ലാനതയാണ്. പിന്നെ MP ഗോവിന്ദനൊക്കെ അത് വ്യക്തമായി കഴിഞ്ഞു. അല്ല, ഈ 1630 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത് LDF എത്രത്തോളം പ്രതിരോധത്തിലാണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? പിന്നെ അവരെത്ര കൃത്യമായ 1630 വോട്ടിനല്ലേ? അതേസമയം UDF 15,000 വോട്ട് വരെ ഭൂരിപക്ഷം പോകാം എന്നാണ് പറയുന്നത്. ഇതില് പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വഴിക്കടവിലെ വോട്ടെണ്ണുമ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അവിടെ എങ്ങാനും അടി പതറിയാൽ കോൺഗ്രസ് പ്രശ്നമാകും. അവരിപ്പോൾ ഈ 15,000 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുന്നത് വഴിക്കടവിലാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ഏറ്റവും വലിയ പഞ്ചായത്ത് വഴിക്കടവ്. കൂടുതൽ വോട്ടർമാരുള്ളതും വഴിക്കടവിലാണ്. അതുപോലെ തന്നെ അൻവർ കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിന്നാണ്, വഴിക്കടവിൽ. വഴിക്കടവും ചുങ്കത്തറയിൽ നിന്നും അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ലീഗിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മേഖല കൂടിയാണ് ഈ വഴിക്കടവ് എന്ന് പറയുന്നത്. പിന്നെ UDFന് വോട്ട് വിഹിതം വഴിക്കടവിൽ കൂടിയാൽ 20,000-ലും കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കും ജയിക്കുന്ന ആളിന്. UDFന് തന്നെ. UDFന്റെ കണക്ക് കൂട്ടലാണ് ഇവിടെ വരുന്നത്. അതായത് ഇതിനകത്ത് വേറെ ചില കണക്കുകൾ കൂടി പറഞ്ഞാൽ കൂടുതൽ കഴിഞ്ഞ തവണ UDFന് ഏറ്റവും വലിയ ലീഡ് നൽകിയതും നിലവിൽ UDF ഭരിക്കുകയും ചെയ്യുന്ന മൂത്തേടം പഞ്ചായത്തിലെ വോട്ടുകളായിരിക്കും പിന്നാലെ എണ്ണുന്നത്. തുടർന്ന് കരുളായി, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ പഞ്ചായത്തുകൾ, നിലമ്പൂർ നഗരസഭ, അമരമ്പലം പഞ്ചായത്തുകൾ എന്ന ക്രമത്തിലാകും വോട്ടെണ്ണൽ നടത്തുന്നത്. പിന്നെ നിലവിൽ UDF ഭരിക്കുന്നതും കഴിഞ്ഞ തവണ LDFന് 33 വോട്ടിൻ്റെ നേരിയ ലീഡ് നൽകിയതുമായ ഇടമാണ് വഴിക്കടവ് പഞ്ചായത്ത്. പിന്നെ നമ്മൾ നോക്കേണ്ട മറ്റ് കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് നിലമ്പൂരിലല്ല വയനാട്ടിലെ 2 തെരഞ്ഞെടുപ്പ്. അതെ, 24-ലെ തെരഞ്ഞെടുപ്പും പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഇവിടെ വലിയ വഴിക്കടവിലൊക്കെ തന്നെ നല്ല ഭൂരിപക്ഷം UDFന് ഉണ്ടായിരുന്നതാണ്. രാഹുലിനും പ്രിയങ്ക നിലമ്പൂരിലും മൊത്തത്തിലും ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ അവസാന ഉപതെരഞ്ഞെടുപ്പിൽ 67,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് കിട്ടിയത്. അതെ, സൂചന. അതുകൊണ്ടാണ് അവർക്ക് വലിയ പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവര് ഇടതും വലതും ഇങ്ങനെ വലിയ ഉറപ്പോടുകൂടി നിൽക്കുകയാണ്. ഇടതിൻ്റെ വലിയ അമിത പ്രതീക്ഷ നമ്മൾ കണക്കിലെടുക്കണ്ട, കാരണം അവർ പുറമേ കാണിക്കുന്നതാണ്. ഇനിയിപ്പോൾ അവർ തോറ്റു കഴിഞ്ഞാൽ അവർക്ക് കാരണങ്ങൾ പറഞ്ഞ് നിൽക്കാനറിയാം. അതറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തോൽവി ഇടതുപക്ഷത്തിനുണ്ടാകുന്ന സമയത്ത് പോലും ഇവരവസാനം പാർട്ടി
പോളിറ്റ് ബ്യൂറോയും അവൈലബിൾ പോളിറ്റ് ബ്യൂറോയൊക്കെ കൂടെ ചേർന്നിട്ടൊരു വിശകലനമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേനേക്കാൾ നഷ്ടപ്പെട്ട വോട്ട് ശതമാനം 3 ശതമാന കണക്ക് വെച്ചോണ്ടുള്ള ശതമാന കണക്ക് പറഞ്ഞു. ഈ തോറ്റെന്ന് പറയത്തില്ല കേട്ടോ. അതെ, അവരൊരിക്കലും ഞങ്ങൾക്ക് ഇത്ര ശതമാനം വോട്ട് നഷ്ടപ്പെട്ടു എന്നേ പറയത്തുള്ളൂ. വോട്ടിൽ കുറവുണ്ടായി. വോട്ടിൽ കുറവുണ്ടായി. വോട്ടിൽ ചോർച്ച പറ്റിയത് ഇവിടെ വർഗീയ ശക്തികൾ ഒത്തുകൂടി, വിരുദ്ധ ചേരികളിൽ ഉണ്ടായിരുന്നവർ LDF-നെതിരെ ഒരുമിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ സാങ്കേതികമായ ചില വാക്കുകളൊക്കെ. ഇതിന്റെ പേരിലുള്ള ഒരു അന്വേഷണം അവിടെ ചോർന്നതിന്റെ പിന്നിലെ സിനിമയിലെ കുമാരപിള്ള സാറിന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. പ്രതിക്രിയാവാദികളും അന്തർധാര വളരെ സജീവമായി, വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാര വളരെ സജീവമായിരുന്നു. റാഡിക്കലായുള്ള ഒരു മാറ്റമല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ. പിന്നെ അവർക്ക് ഈ കൃത്യമായി അവരുടെ എത്ര വോട്ട് എങ്ങോട്ട് പോകുന്നു, എത്ര വോട്ട് പുതുതായിട്ട് കിട്ടി എന്നുള്ളതിൻ്റെ കണക്ക് ഇവർക്ക്. അത് പാർട്ടിയുടെ ഒരു സംവിധാനം തന്നെ അങ്ങനെയാണ്. താഴെ തട്ട് മുതൽ നമുക്ക് നമ്മൾ തന്നെ അറിയാം. നമ്മൾ വോട്ട് ചെയ്യാൻ ബൂത്തിൽ ചെല്ലുമ്പോൾ, പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഈ ഏജന്റിന്, ഔട്ട് ഏജന്റിനും ഏജന്റിനും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ആൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്. എന്നാൽ അത് അവരുടെ ഒരു രീതിയാണ്. അവർക്ക് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വളരെ കൃത്യമായിട്ട് അവർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം പറയും, ഞങ്ങൾ ഇത്ര വോട്ട് ഇവിടെ ഇന്ന ബൂത്തിൽ ഞങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടും, ഇത്ര ലീഡ് കിട്ടും, അല്ലെങ്കിൽ ഇത്ര വോട്ടിന് ഞങ്ങൾ പുറകിലായിരിക്കും എന്നവർ വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്. അത് ലോക്കൽ ബോഡി ഇലക്ഷൻ തൊട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അവരുടെ കണക്കുകൾ വളരെ കൃത്യമാണ്. അത് പക്ഷേ മണ്ഡലത്തിൽ ഓരോ ബൂത്തിലും പിടികൊടുക്കാതെ നടക്കുന്ന ആൾക്കാരുമില്ലേ? ഉണ്ട്, നിഷ്പക്ഷ വോട്ടുകൾ. അതിനെ അവർ ഫ്ലോട്ടിംഗ് വോട്ട്സ് എന്നാണ് പറയുന്നത്. അത് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. അതെപ്പോഴും ഈ ഭരണവിരുദ്ധ വോട്ടുകളായിട്ടാണ് അതിനെ കണക്ക് കൂട്ടുന്നത്. നിലവിൽ ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിരിക്കും ആ വോട്ട്. അതെപ്പോഴും ചിലപ്പോൾ പ്രതിപക്ഷ കക്ഷിക്ക് പോകാം, അല്ലെങ്കിൽ രണ്ടാമതൊരു പ്രതിപക്ഷ കക്ഷി ഉണ്ടെങ്കിൽ അവർക്ക് പോകാം. അങ്ങനത്തെ വോട്ടുകൾ ധാരാളം കാണും. അത് മനസ്സിലാക്കുന്നതിലും CPM-ന് പ്രത്യേക മിടുക്ക് തന്നെയുണ്ട്. അപ്പോൾ അവരുടെ ഈ ബൂത്ത് തലം മുതൽ പിന്നെ നമ്മുടെയൊക്കെ വോട്ട് ഏത് തലത്തിലാണ്, അവരുടെ ഈ ആൾ ആർക്ക് വോട്ട് ചെയ്യും എന്ന് അവർക്കൊരു ധാരണയുണ്ട്, അവരുടെ ബുക്കിലുണ്ട്. അതെ, അതനുസരിച്ചുള്ള അതനുസരിച്ചാണ് അവർ കണക്ക് കൂട്ടുന്നത്. അല്ലെ, ആ ഒരു അത് ഈ ഏജന്റ് അവിടെ നോക്കി ടിക്ക് ചെയ്യുന്ന അവസരത്തിൽ തന്നെ അത് ഈ വോട്ട് ഇത് LDF വോട്ടാണോ, UDF വോട്ടാണോ, BJP വോട്ടാണോ എന്ന് അവിടെ മാർക്ക് ചെയ്യും. അത് അവസാനം ഇരുന്ന് സോർട്ട് ചെയ്ത്, അത് ഏതാണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ 2 ദിവസം എടുക്കും. 2 ദിവസം കൊണ്ട് അവർ കാര്യങ്ങളൊക്കെ നോക്കി, ഞങ്ങൾ കംഫർട്ടബിൾ മെജോറിറ്റി ഞങ്ങൾക്കുണ്ടാകും. അപ്പോഴും ഈ വിജയിക്കുന്നതിനെ കുറിച്ചും അവർ പറയുന്നത് നല്ല മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് മാത്രമേ പറയുള്ളൂ. അവരിങ്ങനെ കൃത്യമായിട്ട് ഈ വോട്ടുകളുടെ എണ്ണം ഒന്നും പറയില്ല. അതുകൊണ്ടാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. 1630 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്, അതോ 1360 വോട്ടിൻ്റെ എന്തോ ഭൂരിപക്ഷത്തിന് സ്വരാജ് ജയിക്കുമെന്ന് ഇത്ര കൃത്യമായിട്ട് ഈ കണക്ക് പറയാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. പൊതുവേ അവർ പറയുന്നതാണ് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും, അല്ലെങ്കിൽ വർഗീയ ശക്തികൾ ഒരുമിച്ചു, ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം കുറവ് വന്നു, പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടില്ല, പാർട്ടി അനുഭാവികൾ വട്ടം തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള ഗിമ്മിക്കുകളായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ ഈ ഏതെങ്കിലും ബൂത്തിൽ വോട്ട് കുറയുമ്പോൾ ഈ ബൂത്ത് തലത്തിൽ ഇവരൊരു പഠനം നടത്തുമല്ലോ. 2016 കിട്ടിയ CPM-ന് കിട്ടിയ വോട്ട് 2021 വന്നപ്പോൾ കുറഞ്ഞു അല്ലേ? എവിടെയാണ്, എന്ത് പറ്റി, എന്തുകൊണ്ട്, ഇവരുടെ പ്രവർത്തന രീതികൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. അവരത് വെറുതെ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞങ്ങ് അവിടെ കോൺഗ്രസും BJP ഒക്കെ ചെയ്യുന്നത് പോലെ അതവിടെ കളഞ്ഞിട്ട് പോവുകയല്ല. ആ കുറഞ്ഞ വോട്ടുകൾ കൂട്ടാനുള്ള മാർഗം എന്താണ് എന്ന് ആലോചിച്ച് ആ മാർഗം കണ്ടെത്തി അത് അവർ അവിടെ നടപ്പാക്കും. കുറഞ്ഞത് ഏത് ഭാഗത്താണെന്ന്, ബൂത്തിൽ ഏത് ഭാഗത്താണെന്ന് പോലും അവർക്ക് കൃത്യമായി അവർ കണ്ടെത്തുമെന്നുള്ളതാണ്. ഇവിടെ ഈ നിലമ്പൂരിലെ ഈ അടുത്ത 2ാമത് വോട്ടുണ്ടെന്നത് ലീഗിന്റെ ശക്തി കേന്ദ്രമായ മൂത്തേടം പഞ്ചായത്തിലാണ്. അവിടെ അവർക്ക് കുറഞ്ഞതൊരു 2500 വോട്ടിന്റെ ഭൂരിപക്ഷം UDF കണക്ക് കൂട്ടുന്നുണ്ട്. ലീഗിന്റെ പ്രവർത്തനമായിരുന്നു ഇത്തവണ നിലമ്പൂർ മണ്ഡലത്തിൽ പ്രധാനമായിട്ട് നിന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും UDF പിന്നോട്ട് പോയപ്പോൾ കാര്യമായി പിടിച്ചു നിന്നത് ഈ മൂത്തേടം പഞ്ചായത്തിലാണ്. അപ്പോൾ വഴിക്കടവും മൂത്തേടവും കൈവിട്ടാൽ UDF-ന്റെ നില
പരിങ്ങലിലാവും. അതുപോലെ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കുമെന്ന LDFിൻ്റെ കണക്കുകൾക്ക് ഇത് ഒരു ബലവും ആകും എന്നുള്ളതാണ്. അല്ല, 20,000 അല്ല, ക്ഷമിക്കണം, 2,000 വോട്ടിനെങ്കിൽ. അതെ അതെ. അവർ 20,000 2,000 ഇല്ല, 1,600 അവരുടെ കണക്കനുസരിച്ച്. അപ്പോൾ അതിന് അവർക്കൊരു ബലവുമാകും. അപ്പോൾ 2 പഞ്ചായത്തുകളാണ് UDFിൻ്റെ കരുത്ത്, വഴിക്കടവും മൂത്തേടവും. പക്ഷേ ഇതിലെ വഴിക്കടവിൽ അൻവറിന് വലിയ ഹോൾഡുള്ള ഇടം കൂടിയാണ്. അപ്പോൾ അത് വളരെ 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 നിർണായകമായിട്ടുള്ള ഒരു ഫലപ്രഖ്യാപനമായിരിക്കും നിലമ്പൂരിൽ നിന്ന് വരാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.